ഹലോ നമസ്കാരം. എൻ്റെ ഒരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു വീടിൻ്റെ ഒരു വ്ളോഗാണ്. ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഒരു യൂട്യൂബ് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് വീടിൻ്റെ ഒരു റോഡാണ്. റോഡിൻ്റെ ഗേറ്റിൻ്റെ സൈഡിലുള്ള ഗേറ്റ് മാത്രമേ എപ്പോഴും തുറക്കത്തുള്ളൂ. വണ്ടികൾ എന്തെങ്കിലും വരാനെങ്കിലാണ് മെയിൻ ഗേറ്റ് തുറക്കത്തുള്ളൂ. ഇത് മതിലാണ് വീടിൻ്റെ. നേരെ പോകുന്ന ഒരു കട്ടയൊക്കെ വിരിച്ചേക്കുന്ന ഒരു വഴിയാണ്. വീട്ടിലേക്കും എൻട്രൻസ് ഉണ്ട്, അവിടെയും ഒരു ഗേറ്റ് ഉണ്ട്. അത് നേരെ പോണത് വീടിന്റെ ബാക്ക് വശത്തുള്ള പാടത്തേക്കുള്ള വഴിയുണ്ട്. നേരെ പോണത് ഇപ്പോൾ മുമ്പിൽ നേരത്തെ ബിൽഡിംഗ് ഒന്നും ഉണ്ടായില്ല, കാലിയായിരുന്നു. ഫ്രണ്ടിൽ നോക്കിയാൽ വീട് കാണാമായിരുന്നു. ഇപ്പോൾ ഫ്രണ്ടിൽ ബിൽഡിംഗ് വന്നേക്കണ കാരണം വീട് കാണത്തില്ല. ഇത് തെക്കിനടുത്ത ഹൗസ്, ടി എ വർഗീസ് എന്നാണ് വീട്ടും പേര്. തെക്കിനടുത്ത ഹൗസ് എന്നാണ് വീട്ടും പേര്. ഇതാണ് പറമ്പ്. ഈ ഒരു ജനല് ഒരു പ്രത്യേകത ഉള്ളൊരു ജനല, ഗൾഫിലൊക്കെ കാണുന്ന ടൈപ്പ് ജനലാണ്. ഒരു ആർച്ചിന്റെ ഷേപ്പില്. ആ ഒരു ജനല് അറബി വീടുകളിലൊക്കെയാണ് കൂടുതലും കാണുന്നത്. അപ്പൻ്റെ ഒരു ഐഡിയയിൽ ഉണ്ടായ ഒരു ജനലാണ് ഇത്. കാർ ഷെഡാണ്. വണ്ടി മാരുതിയുടെ സെലേറിയോ ഓട്ടോമാറ്റിക് ആണ്. ഗേറ്റ് സ്ലൈഡിങ് ഗേറ്റ് ആണ്. ഇത് നേരത്തെ കട്ട ഉണ്ടായിരുന്നില്ല, കട്ട വിരിച്ചതാണ്. ഒരു മഴ വന്നപ്പോൾ കാനന്ന് വെള്ളം നിറഞ്ഞ് ഇവിടേക്കൊക്കെ വന്നു വെള്ളം. സൈഡിൽ കാനയുണ്ട്, അപ്പൊ അത് കൊണ്ട് കട്ട വിരിച്ച് മൊത്തം ലെവലാക്കി എടുത്താൽ ഇപ്പോൾ വെള്ളത്തിന്റെ ഒരു പ്രശ്നമില്ല. മഴ വന്നാലും ഒരു കുഴപ്പമില്ല. ഇത് കിളികളാണ്. 5 കിളികളെ മേടിച്ച് ഇപ്പൊ പ്രസവിച്ച് കുറെ കിളികളുണ്ട്. 5 മേടിച്ചിട്ട് നല്ലൊരു കിളി കൂട്ടിലേക്ക് ഇട്ടപ്പോൾ തന്നെ അത് പറന്നുപോയി. കിണറുണ്ട്. പട്ടിയാണ്, ടോബി എന്നാണ് പേര്. ഇപ്പൊ റെസ്റ്റ് എടുക്കുകയാണ്. ഈ വീട്ടിൽ കിണർ വെള്ളമുണ്ട്, പൈപ്പ് വെള്ളമുണ്ട്, ബോർവെല്ലിന്റെ വെള്ളമുണ്ട്. എല്ലാ വെള്ളത്തിന്റെ കണക്ഷൻ ഉണ്ട്. ഈ ഡോർ തുറന്നാൽ വീടിന്റെ സൈഡില് പാടത്തേക്കും പോകാനും പറ്റും. അങ്ങനെ ഉള്ളൊരു ഇതാണ്. ഇത് വീട്ടിന്റെ മുകളിൽ ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. ഇത് കിച്ചണ്. ഇത് ഷെഡിലാണ്. ഷെഡിൽ ഇത് അടക്കയാണ് ഈ വെച്ചിരിക്കുന്നത്. പുളിയുടെ സീസൺ ആകുമ്പോ പുളിയും വെക്കും. ഇത് വീടിന്റെ എൻട്രൻസ് ആണ്. 2 സ്റ്റെപ്പ് കയറിയിട്ടാണ് വീട്ടിലേക്ക് കയറുന്നത്. ഗ്രില്ലുണ്ട്. നല്ല മനോഹരമായ ഒരു തൂണുണ്ട്. മനോഹരമായ ഒരു തൂണ്, ഗ്രില്ല് കയറി പോകുന്നത്. അതായിട്ട് രൂപമുണ്ട്. തിരുമുഖത്തിന്റെ രൂപമുണ്ട്. ആ ഒരു ടേബിള് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആ ടേബിൾ എന്ന് പറഞ്ഞാല് ഫ്ലവർ വൈസ് ആണ്. വീട് പണിതപ്പോൾ ഫ്ലവർ വൈസ് കൊണ്ടുവന്ന് അതിൽ മണ്ണ് നിറച്ച് സിമെന്റ് ഒക്കെ ഇട്ടിട്ട് വെയിറ്റ് ആക്കി അതൊരു ടേബിളാക്കി എടുത്തതാണ്. അപ്പൻ്റെ ഒരു കലാവിരുദ്ധാണ്. അപ്പൻ്റെ ഒരു ഐഡിയയിൽ വന്നതാണ് അത്. ഇതൊരു ബെഞ്ചാണ്, ഷൂ റാക്ക്. ഇതൊരു തേങ്ങയാണ്. തേങ്ങയുടെ ഇതിൽ ഓട്ട ഇട്ടിട്ട് വെച്ചിരിക്കുകയാണ്. ഒരിക്കലും ചീത്താവത്തില്ല. നല്ലൊരു ഐഡിയ ആണ്. ഇത് മസ്കിറ്റോ വിൻഡോ ഉണ്ട്. ഈ ഡോറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ലൈഡിങ് ഡോറാണ്. അത് എന്താണ് അങ്ങനെ വെക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, താഴേക്ക് ഒരു റൂമുണ്ട്. ആ റൂം 2 സ്റ്റെപ്പ് ഇറങ്ങിയിട്ട്, ഈ കാണുന്ന റൂം സ്റ്റെപ്പ് ഇറങ്ങിയിട്ടുള്ള റൂമാണ്. ആ റൂമിലേക്ക് ഡോറ് വെച്ച് കഴിഞ്ഞാൽ ഇടിക്കും. ഹാൻഡിലും ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡോറ് വെച്ചത്. ഇങ്ങനത്തെ ഒരു ഡോറ് വേറെങ്ങും അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇത് ഷോക്കേസാണ്. മുകളിൽ കണ്ട ഫോട്ടോ എൻ്റെ അപ്പൻ്റെ മൂത്ത ചേട്ടൻ്റെയാണ്. താഴെ ഒരു ഫോട്ടോ ഉണ്ട്, ഗ്ലാർ അടിക്കുന്ന കാണുന്നില്ല. അത് അപ്പൻ്റെ 2ാമത്തെ ചേട്ടൻ. അത് 2 പേരും മരിച്ചുപോയി. ഇതാണ് താഴ്ന്ന റൂം. ഇത് 55 ഇഞ്ചിന്റെ പാരാസോണിക്കിന്റെ TV ആണ്. ഈ റൂമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഈ റൂം പണിതിരിക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാല്, അറബികൾ ഗൾഫിലൊക്കെ എല്ലാവരും താഴെ ഇരുന്ന് ഒരുമിച്ച് കൂട്ടത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയുണ്ട്. ഗൾഫിൽ കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പൊ ആ ഒരു ടൈപ്പിൽ വേണ്ടി പണിതതാണ് ഈ റൂം. കുറെ നാൾ താഴെ ഇരുന്നു. അപ്പൊ താഴെ ഇരിക്കാൻ ബുദ്ധിമുട്ടായ ഒരു പ്രായമൊക്കെ ആയപ്പോൾ അപ്പന് തന്നെ അപ്പൊ സോഫയൊക്കെ മേടിച്ചിട്ട്, ഈ വീട്ടിൽ പ്രത്യേകം തന്നെ വീട് പണിത് കഴിഞ്ഞപ്പോൾ ഒരു ഫർണിച്ചറും ഒന്നും ഉണ്ടായില്ല. പതിയെ ഓരോ വർഷങ്ങൾ പോകുന്നതോറാണ് എല്ലാ സാധനങ്ങളും മേടിച്ച് ഇപ്പൊ ഒരു പൂർണ്ണ വീടായത്. ടേബിൾ ലാമ്പ്, സ്പീക്കർ ഉണ്ട്. സ്പീക്കറിലാണ് ബ്ലൂടൂത്ത് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് സോക്കേസ്, ഒരു ചെറിയൊരു സോക്കേസ് സ്പേസ് ഉണ്ട്.
ഈ സോക്കറ്റ് സ്പേസിന്റെ ഒരു ഫ്രണ്ട് ഭാഗമാണ് നല്ലൊരു ഭംഗിയുള്ള ഒരു ഡിസൈനാണ്. പിന്നെ ഇതാണ് മുകളിലേക്ക് പോകുന്ന സ്റ്റെപ്പ്. ആ ഒരു സ്റ്റിക്ക് കാണുന്നത് അപ്പൂപ്പന്റെ സ്റ്റിക്കാണ്. ഇതാണ് പ്രയർ റൂമാണ്. പുതിയൊരു പ്രയർ റൂം പണിതതാണ്. ഇത് നമ്മുടെ സ്പീക്കർ വെച്ചിരിക്കുന്നതിന് അപ്പുറത്തും ഇപ്പുറത്തും സ്പീക്കർ ഉണ്ട്. 2 സ്പീക്കർ ഉണ്ട്. ടവർ സ്പീക്കറാണ്. അപ്പൊ ഇപ്പുറത്തെ സ്പീക്കറിലും റൂമിലുള്ളവർക്ക് ഇപ്പുറത്തുള്ളവർക്കും കേൾക്കുകയും ചെയ്യാം ടി വിയിൽ കണക്ട് ചെയ്താൽ. ഈ ഒരു പ്രയർ റൂം എന്ന് പറയാൻ പറ്റില്ല, പ്രയർ ഹാള് പോലെയാണ് ഇരിക്കുന്നത്. ഇതൊരു ഫിഷ് ഒരു ജോഡിയിലിട്ട് വെച്ചിരിക്കുക. പുതിയൊരു ഫിഷ് ടാങ്ക് വാങ്ങിയിട്ട് അതിലേക്ക് മാറ്റണം. എൻ്റെ വൈഫിൻ്റെ അനിയൻ കൊണ്ടുവന്നു തന്നതാണ്. ഈ ഒരു വീട് റൂമക്കൂട് എന്ന് പറയുന്നത് പുതിയത് പണിതതാണ്. ഒരു റൂം അപ്പുറത്തേക്ക് എക്സ്ട്രാ പണിതപ്പോൾ അതിന്റെ ഫ്രണ്ട്. ഇത് പഴയ ഒരു റൂമക്കൂടാണ്, പുതിയത് പണിയിലേക്ക് പണിതതാണ്. നേരത്തെ ആ ഒരു റൂം ഉണ്ടായില്ല. ആ ഫോട്ടോയിൽ കാണുന്നത് എൻ്റെ അപ്പനും അമ്മയാണ്. അന്തപ്പൻ എന്നാണ് അപ്പൂപ്പന്റെ പേര്, അമ്മയുടെ പേര് റോസി. സ്റ്റെപ്പിന്റെ അടിയിൽ ഒരു സോക്കേസ് ഉണ്ട്, സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. സ്റ്റെപ്പിന്റെ അടിയിൽ ആവശ്യമില്ലാത്ത കണ്ണ സാധനങ്ങളൊക്കെ അതിൽ കയറ്റി വെച്ചാൽ അലമ്പ് ഉണ്ടാവില്ല വീട്ടില്. അതിനുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. നേരത്തെ ഒരു ഫോട്ടോയും ഒരു സ്റ്റാൻഡും മാത്രമേ ഉണ്ടായുള്ളൂ പ്രയർ റൂമിൽ. ഡൈനിങ് ടേബിൾ ഇവിടെ തന്നെയായിരുന്നു, ഈ റൂമിലായിരുന്നു. പിന്നീട് അത് സെപ്പറേറ്റ് റൂമാക്കിയപ്പോൾ സെപ്പറേറ്റ് ഡൈനിങ് റൂമാക്കി മാറ്റി. അത് ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ടുള്ളൂ പണിതിട്ട്. 2 റൂമിന്റെ നടുക്ക് ബാത്റൂമാണ് കണ്ടത്. ഇതാണ് ഡൈനിങ് ടേബിള്. ഇത് ഷെഡിന്റെ ഒരു ഭാഗമായിരുന്നു. അത് റൂമാക്കി എടുത്തിട്ട് ഷെഡ് അപ്പുറത്തേക്ക് നീട്ടി വലുതാക്കി, കാർ ഷെഡ്. ഫ്രിഡ്ജ്, പുതിയ ഫ്രിഡ്ജാണ്. പഴയ ഒരു ഫ്രിഡ്ജ് ഗൾഫിനുണ്ടത്, അത് റിപ്പയറായി പോയപ്പോൾ പുതിയ ഫ്രിഡ്ജ് മേടിച്ചതാണ്. LGയുടെ ഫ്രിഡ്ജാണ്. ഇത് നല്ല വാഷിംഗ് ഏരിയ ആണ്. ഹാൻഡ് വാഷൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. ഡൈനിങ് ടേബിളിൽ നിന്ന് ഊണ് കഴിച്ചു. ഈ ഒരു ജനൽ തുറന്നിട്ട് നല്ല കാറ്റ് കിട്ടും. സൈഡിലെ ഇത് കാണാം. ഈ ഒരു ഇത് നവബൃന്ദമാലാകന്മാരുടെ ഒരു ഫോട്ടോ ഫ്രിഡ്ജിലൊട്ടിച്ച്. ഇതാണ് കിച്ചൺ. കിച്ചണിൽ ഓവൻ ഉണ്ട്, വെള്ളം എടുക്കാന്നുള്ള വാട്ടർ ഡിസ്പെൻസർ ഉണ്ട്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം വരും. ക്ലോസ് ചെയ്യാത്തടത്തോളം അളവ് കാണും. ഇതാണ് കിച്ചൺ. കിച്ചണിന്റെ മുകളിൽ ഒരു ഇതുണ്ട്, ജനലുണ്ട്. ജനൽ തുറന്നാൽ നല്ല കാറ്റായിരിക്കും. ഫാനുണ്ട്. എൻ്റെ വൈഫ് എന്തോ അവിടെ ക്ലീനിങ് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ്, പക്ഷെ ഉപയോഗിക്കുന്നൊന്നുമില്ല. ഫുഡൊക്കെ എടുത്ത് വയ്ക്കാൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. സാധാരണ നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇരുന്നല്ല ഭക്ഷണം കഴിക്കുന്നത്, TV റൂമിൽ ഇരുന്ന് ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇത് ആണ് മറ്റേ ഇത് ഒരു സ്റ്റോർ റൂം. എല്ലാ സാധനങ്ങളും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക, പാത്രങ്ങളും കാര്യങ്ങളും. ഇതിനേക്കാളും കൂടുതൽ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതാണ്. പെയിന്റ് അടിക്കാൻ നേരത്ത് കുറേയൊക്കെ മാറ്റി. ഇതൊരു ചെറിയൊരു ഏണി വെച്ചിരിക്കുന്നതാണ്. ചെറിയൊരു 2 മോളിൽ കയറി എന്തെങ്കിലുമൊക്കെ എടുക്കുക. നല്ല അടിപൊളി കിച്ചണാണ്. ഇത് വർക്ക് ഏരിയയാണ്. ഇവിടെയാണ് അമ്മിക്കല്ല്, വാഷിംഗ് മെഷീൻ, എല്ലാ സാധനങ്ങളും ഇരിക്കുന്നത്. ഇത് ബീഫ് എന്ന് വെച്ചതിൻ്റെ തലേ ദിവസം വെച്ചതിൻ്റെ ബാക്കിയാണ്. ഇതാണ് വാഷിംഗ് മെഷീൻ. LGയുടെ വാഷിംഗ് മെഷീനാണ്. ഇത് പുറത്തൊരു കിച്ചൺ ഉണ്ട്, അടുക്കള, ബാത്റൂം ഉണ്ട്. പുറത്ത് അടുക്കള നോർമലായിട്ട് വിറകടുപ്പുള്ള ഒരടുപ്പ്. ഇത് പുകയില്ലാതെ അടുപ്പ് വെച്ചിരിക്കുന്ന കിച്ചണാണ്. ഇത് മോട്ടറിന്റെ സ്വിച്ച്. ഇതാണ് പുറത്തേക്ക്. ഇതിന്റെ അപ്പുറം ഷീറ്റ് വെച്ചേക്കുന്നതിന്റെ അപ്പുറത്താണ് പാടം. ഇത് കിച്ചണാണ്. ഈ കിച്ചൺ ഉപയോഗിക്കുന്നില്ല. അതെന്താന്ന് പറഞ്ഞാൽ എൻ്റെ അനിയൻ 7:30 ഡ്യൂട്ടിക്ക് പോകും. അപ്പൊ അതിന് മുമ്പായിട്ട് 4 മണിക്ക് എൻ്റെ അമ്മ എനിക്ക് ഫുഡൊക്കെ വയ്ക്കും. ഇപ്പൊ ആ സമയത്ത് ഫുഡ് വയ്ക്കാൻ ഇവിടെ ബുദ്ധിമുട്ടായിരിക്കും. ജന്തുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ രാത്രി ഇരുട്ടായിരിക്കും. ഇത് എൻ്റെ അനിയന്റെ റൂമാണ്. 2 അലമാരയുണ്ട് ഈ റൂമില്. മുകളിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഈ ജനൽ തുറന്നാലും പാടത്തുനിന്നുള്ള നല്ല കാറ്റുകളും വരും. ഇതാണ് എൻ്റെ ബെഡ്റൂം. ഇത് ബാത്റൂമാണ്. 2 റൂമിന്റെ നടുക്കായിട്ട് ബാത്റൂം. ഇത് 2 റൂമിന് കോമൺ ആയിട്ട് ഉപയോഗിക്കാം. ഇപ്പുറത്തെ ഒരു ഡോറുണ്ട്. ആ ഡോറ് തുറന്നാൽ, ഈ ഡോർ അടച്ചിട്ട് ആ ഡോറ് തുറന്നാൽ മെയിൻ റൂമിന്റെ മാസ്റ്റർ ബെഡ്റൂമിന്റെ പ്രൈവറ്റ് ആയിട്ടും ആ ബാത്റൂം ഉപയോഗിക്കാം. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഡാഡിയും പപ്പയും മമ്മിയും ഒക്കെ കിടക്കുന്ന ഒരു റൂമാണ്. ഇവിടെയും 2 അലമാരിയുണ്ട്, ഒരു ടേബിളുണ്ട്, ഒരു വാൾ റൂഫുണ്ട്.
പപ്പ തേച്ച് വയ്ക്കുന്നതിനെല്ലാം വടി പോലെ തുണിക്കടയിലൊക്കെ വെച്ചിരിക്കുന്ന പോലെ ക്ലിപ്പൊക്കെ ഇട്ട് പേപ്പറൊക്കെ വെച്ചാണ് തുണിയൊക്കെ തീർത്ത അപ്പൂപ്പനാണ്. ആ ഒരു കത്തി കാണുന്ന അപ്പൂപ്പന്റെ ഫോട്ടോയുടെ മുകളിൽ കാണുന്ന കത്തി എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുന്ന തോറും മൂർച്ച വയ്ക്കുന്ന ഒരു കത്തിയാണ്. ഇത് വാൾ റൂഫാണ്. കണ്ടോ, ഈ റൂമിൽ കണ്ണാടിയുണ്ട്. മേക്കപ്പ് സ്റ്റാൻഡാണ്. ടേബിൾ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു സ്റ്റാൻഡ്. ഇതാണ് ഹാള്, പ്രയർ ഹാള്, അല്ല പ്രയർ റൂം. ഇത് മതിലും വെച്ചിരിക്കുന്നത്. ഇത് അപ്പൂപ്പന്റെ വടിയാണ്. ഇതൊരു ട്രാക്ടർ ഇത് സ്റ്റാൻഡ് ചെയ്ത് ഷോയ്ക്ക് വെച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട്. അപ്പൂപ്പന്റെ വാക്കിംഗ് സ്റ്റിക്ക്. ഇതൊരു ഒളിമ്പിക്കിന്റെ എന്തോ ഒരു ചിഹ്നമാണ് ഗൾഫിലെ. പിന്നെ അപ്പുറത്ത് കാണുന്നത് അറബികളുടെ കത്തിയാണ്. ഇത് അമ്മയുടെ അപ്പൂപ്പന്റെ അമ്മൂമ്മയാണ്. ഇത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ ഹാളിന്റെ ഒരു വ്യൂ ആണ്. ഒരു ഫാന് നേരത്തെ ലൈറ്റ് ആയിരുന്നു, ആ ലൈറ്റ് പൊട്ടിപ്പോയപ്പോൾ ഫാൻ അവിടെ പണിതതാണ്, പുതിയത് ഫിറ്റ് ചെയ്തതാണ് പെയിന്റ് അടിക്കാൻ നേരത്ത്. ഇതും എൻ്റെ അപ്പൻ സൂക്ഷിക്കുന്ന ഓരോ ചെറിയ സാധനങ്ങളും എൻ്റെ അപ്പൻ കളയത്തില്ല, സൂക്ഷിച്ചു വെക്കും. അങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് ഒരു മാഗ്നറ്റൊക്കെ ഒട്ടിച്ചുണ്ടാക്കിയതാണത്. ഇത് എന്തോ ഒരു മരത്തിന്റെ ഒരു പീസാണ്. നല്ലൊരു ഷേപ്പിലുള്ള കാരണം വാർണിഷൊക്കെ അടിച്ച് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഇത് അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്ന ഒരു പുറത്തേക്കുള്ള റൂം. ഇത് പപ്പയുടെ ടൂൾസും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് താഴെ കണ്ട ഒരു ഡൈനിങ് ടേബിളിന്റെ മോൾ ഭാഗമാണ്. ഇത് ഡൈനിങ് റൂമിന്റെ. ഇത് അമ്മൂമ്മയുടെ ഒരു ഫോട്ടോ. ഇത് ആർച്ച്, ഞാൻ പറഞ്ഞു താഴെയുള്ള പോലെ മുകളിലുണ്ടെന്ന് പറഞ്ഞില്ല. ഇത് തേക്കുന്ന ടേബിളാണ് കണ്ടത്. ഈ ഒരു ഫോട്ടോ ആണ് ആദ്യം ആ ഒരു രൂപക്കൂട് പണിയുന്നതിന് മുമ്പ് ഉണ്ടായത്. ചെറിയൊരു സ്റ്റാൻഡ്. അതും പുതിയ രൂപക്കൂട് പണിതപ്പോൾ മുകളിലേക്ക് മാറ്റി. എന്തായാലും അത് കളയണ്ടെന്ന് വിചാരിച്ചു. കളറൊക്കെ ഭംഗിയതാണ്, എന്നാലും വീട് ബ്ലെസ്സിങ് ചെയ്തപ്പോൾ വെച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് മുകളിൽ കൊണ്ടുവന്ന് വെച്ചു. ഇത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് താഴത്തെ. ഇതൊരു ഊഞ്ഞാലുണ്ട്. ഊഞ്ഞാല് നമുക്ക് കടന്നും ഇരുന്നും ആടാൻ പറ്റിയ ഒരു ഊഞ്ഞാലാണ്. നല്ല സ്ട്രോങ് ഊഞ്ഞാലാണ്. ഇതാണ് തേക്കുന്ന ടേബിള്, തേപ്പൊട്ടി. ഷെഡിന്റെ മോൾ ഭാഗമാണ് ഈ കാണുന്നത്. ഇത് ഞങ്ങളുടെ മുകളിലെ 2 റൂമുണ്ട്. ആ റൂമിലേക്ക് പോകുന്ന ഒരു എൻട്രൻസ് ആണ്. ഇത് ഇങ്ങനെ പണിതിരിക്കുന്നതെന്ന് പറഞ്ഞാല് നേരത്തെ 2 സെപ്പറേറ്റ് ആയിട്ട് ഇത് വാടകയ്ക്ക് കൊടുത്തായിരുന്നു. അപ്പൊ അത് ക്ലോസ് ചെയ്തിട്ട് പ്രൈവറ്റ് ആയിട്ട് വാടകക്കാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ക്ലോസ് ചെയ്ത് കിടക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 സൈഡിലും തുറന്നാലേ ഇത് തുറക്കാൻ പറ്റത്തുള്ളൂ. പിന്നീട് അത് മാറ്റിയില്ല. ഇത് എൻ്റെ റൂമാണ്. ഞാനും എൻ്റെ വൈഫും കിടക്കുന്ന റൂമാണ്. ഒരു അലമാരയുണ്ട്. ഇവിടെ അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂമുണ്ട്. ഇത് സെപ്പറേറ്റ് പുതിയതായിട്ട് പണിതതാണ്. താഴത്തെ രൂപക്കൂടൊക്കെ പണിതപ്പോൾ അതിൻ്റെ ഒപ്പം പണിതതാണ് ഈ ഒരു ബാത്റൂം. അപ്പുറത്തും ഇപ്പുറത്തും റൂം, താഴത്തുള്ള പോലെ തന്നെ നടുക്ക് ബാത്റൂം കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഡോർ അടച്ചിട്ട് അപ്പുറത്തെ ഡോറ് തുറന്നാൽ അത് ഇപ്പുറത്തെ ഈ റൂമിന്റെ മാത്രമായിട്ട് പ്രൈവറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു റൂം ഗസ്റ്റ് റൂമാണ്. ആദ്യം വലിയ ബെഡ് ഇവിടെ ആയിരുന്നു. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ബെഡ് മാറ്റി അപ്പുറത്തെ റൂമിലേക്ക് ആക്കിയത്. ഈ റൂമിൽ ഇപ്പോൾ പ്രൊജക്ടർ വെച്ചിരിക്കുകയാണ്. പ്രൊജക്ടർ വെച്ചിട്ട് കോമൺ ആയിട്ട് ആരെങ്കിലുമൊക്കെ വന്നാലും പ്രൊജക്ടറിൽ സിനിമ കാണാം. ആ ഒരു സെറ്റപ്പിൽ വെച്ചിരിക്കുകയാണ്. തിയേറ്റർ റൂമായിട്ട് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പണിതിട്ടൊന്നുമില്ല. ഇവിടെ തന്നെ പകല് കുറച്ച് വെളിച്ചം കുറവായിരിക്കും, രാത്രി ആകുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണാം. താഴത്തുള്ള പോലെ തന്നെ ഗ്ലാസ് ഉണ്ട്, മിററുണ്ട്, മേക്കപ്പ് ടേബിളുണ്ട്, ബാത്റൂം. ഇത് ഒരു റൂം, വാഷിംഗ് ഏരിയ കാര്യങ്ങളും. ഇത് കിച്ചണാണ്. മുകളിലത്തെ ഒരു കിച്ചണാണ്. വാടക കൊടുത്തപ്പോൾ കിച്ചണായിട്ട് പണിതാണ്. ഇപ്പോൾ അവിടെ യൂസ് ചെയ്യും. ഇങ്ങനെ പപ്പയുടെ തയ്ക്കുന്ന മെഷീൻ. പപ്പ വലിയതായിട്ട് തയ്ക്കത്തില്ല, എന്നാലും ചെറുതായിട്ട് തയ്ക്കും. ഇത് മുകളിലേക്ക് പോകുന്ന വഴിയാണ്. കിച്ചണിന്റെ അവിടെ നിന്ന് ഡോറ് കൊടുത്ത് മുകളിലേക്ക് പോവാം. ഇതിലെ നേരെ മുകളിലേക്ക് പോയാലാണ്
ടാങ്ക് ഒക്കെ ഇരിക്കുന്നത്, ടാങ്ക് വെച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ്, സ്പേസ് ആണ്. ഇപ്പൊ 2 ബാൽക്കണി ഉണ്ട്. നമ്മൾ താഴേന്ന് വന്നിട്ട് സൈഡിലേക്ക് ഉണ്ട്, അതിന്റെ മുകളിലുണ്ട്. എല്ലാം ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. ഇതിന്റെ മുകളിൽ നമ്മുടെ വീട്ടിൽ സോളാറാണ് വെച്ചിരിക്കുന്നത്. സോളാർ വെച്ചിരിക്കുന്ന കാരണം കറണ്ടിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അതായത് നേരത്തെ പാടത്തെ ആ ഒരു സൈഡിൽ കുളത്തിൽ മീൻ വളർത്തുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടി മോട്ടോർ വെക്കാനായിട്ട് സോളാർ എടുത്തതാണ്. അപ്പൊ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ലാഭമാണെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ സോളാർ എടുത്തു. മുകളിൽ നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ്. മുമ്പിൽ ബിൽഡിംഗ് വന്ന കാരണം ഇപ്പൊ റോട്ടിൽ നോക്കിയാൽ ഈ വീട് കാണത്തില്ല. എൻ്റെ ഫാമിലി ഫോട്ടോ. അപ്പൻ, അമ്മ, വൈഫ്, അനിയൻ.